അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് റോസ്റ്റ് ആണ്. അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 7 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു മൂടി വെച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. അതിരുന്ന് ആ ചൂടിൽ തന്നെ ഇരുന്ന് വെന്തോളും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലെന്ന് പറയുന്നത് ചിക്കൻ പൊരിച്ച ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ ഒരു ബൗൾ സവാളയും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അതും കൂടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് തക്കാളി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.